നിങ്ങൾ ഓൾറെഡി കുറേ പ്രാവശ്യം കേട്ട് മടുത്ത കാര്യങ്ങളായിരിക്കും. ജങ്ക് ഫുഡൊന്നും കഴിക്കാൻ പാടില്ല, മൈൻഡ്ലെസ് ആയിട്ട് സ്ക്രോൾ ചെയ്യാൻ പാടില്ല, ഫോൺ വാച്ച് കയറുന്നല്ലോ. അങ്ങനെ നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ച് അടിപൊളിയായിട്ട് സ്ട്രീക്കെല്ലാം കൗണ്ട് ചെയ്തിട്ട് ദിവസങ്ങൾ മുന്നോട്ട് പോയി. പക്ഷെ കുറച്ച് കഴിഞ്ഞേരോ നിങ്ങൾ റീലാപ്സ് ചെയ്ത് നിങ്ങളെ പണ്ടത്തെ ആ ഒരു ഓൾഡ് ഹാബിറ്റിലേക്ക് പിന്നെയും പോയി. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? എനിക്ക് ആ ഒരു ഫീൽ അറിയാം. ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും, ഒരു ഗിൽട്ട് ഫീൽ അടിക്കും. സത്യം പറയാലോ, അത് നമ്മളെ തെറ്റല്ല. ഞാൻ ഒന്നും കൂടി പറയാം, ഇത് നമ്മളെ പ്രശ്നം കൊണ്ടല്ല, നമ്മൾ മോശം പേഴ്സൺ ആയതുകൊണ്ട് ഒന്നുമല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിന് പിന്നിൽ ചില സയൻസ് ഉണ്ട്, ചില സയൻറ്റിഫിക്കൽ ഫാക്ട്സ് ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ല ആഴത്തിൽ ഇറങ്ങി പഠിക്കാം. വേറെ ചില യൂട്യൂബേഴ്സ് പറയുന്ന പോലെ നിങ്ങൾക്ക് മോട്ടിവേഷൻ വേണം, ഡിസിപ്ലിൻ വേണം, വിൽ പവർ, അങ്ങനത്തെ ഒരു ഒലക്കയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്ക് കാരണം അറിയണം, കണ്ടുപിടിക്കണം, വേരോടെ പിഴുതെറിയണം. അതാണ് നമ്മളെ ലക്ഷ്യം. സോ ഒന്ന് ക്ഷമിച്ചിട്ട് ഈ വീഡിയോ ഫുള്ള് കാണാൻ നോക്ക്, ബാക്കി ഞാൻ ശരിയാക്കി തരാം. ഇതിനുള്ള കാരണം ഞാൻ പറയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന കാരണം കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഡോപ്പമിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിയണം. എനിക്കറിയാം നിങ്ങൾ കുറേ പ്രാവശ്യം ഈ ഒരു ഡോപ്പമിൻ കേട്ടിട്ടുണ്ടാവും സംഭവം. ഞാനും കേട്ടിട്ടുണ്ട്. പണ്ട് എനിക്കും ഒരുപാട് പേർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു പ്ലഷർ കെമിക്കലാണ്, നമുക്ക് സന്തോഷം തരുന്നത്, നമ്മളെ ഹൈ ആക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ഡോപ്പമിൻ എന്ന് ഒരുപാട് പേര് വിചാരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇതൊരു പ്ലഷർ കെമിക്കലല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ കെമിക്കൽ എന്നാ കിട്ടുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് പോകാൻ അടി. പിന്നെ ഈ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇപ്പോൾ അടുത്തങ്ങാനും നമ്മളെ മനുഷ്യൻ്റെ ബ്രെയിനിൽ വന്നതൊന്നുമല്ല, പണ്ട് മുതലേ ഉണ്ട്. അതായത് ഒരു 10-20,000 വർഷങ്ങൾക്ക് പുറമെ പോവുകയാണെങ്കിൽ ആ സമയത്തുള്ള മനുഷ്യന്മാരുടെ പ്രധാന ലക്ഷ്യങ്ങളെന്നാ, ജീവിക്കണമെങ്കിൽ ഫുഡ് കഴിക്കണം, അപ്പോൾ അതിന് മൃഗങ്ങളെ ഹണ്ട് ചെയ്യേണ്ടി വരും. പിന്നെ പറയുകയാണെങ്കിൽ ചില മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം വേണം, അപ്പോൾ അതിന് പാർപ്പിടം വേണം. പിന്നെ നല്ലൊരു മൈറ്റിനെ കണ്ടുപിടിച്ചിട്ട് റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ജീൻസ് പാസ് ചെയ്യണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അപ്പോൾ ഇതിനുള്ള മോട്ടിവേഷൻ തരുന്നത് ഈ ഒരു ഡോപ്പമിൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ നമ്മളെ ബ്രെയിൻ ഡോപ്പമിൻ റിലീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവനെന്ത് തേങ്ങയി പറയുന്നത്, കാര്യം ചെയ്യുന്നതിന് മുമ്പേ ഡോപ്പമിൻ റിലീസ് ചെയ്യുമെന്ന്. ശരിയാണ്, ശരിക്കും ഇത് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. അതായത് ഈ ഡോപ്പമിൻ പ്രഡിക്റ്റ് ചെയ്യും, നമുക്ക് കിട്ടാവുന്ന റിവാർഡ് പ്രഡിക്റ്റ് ചെയ്തിട്ട് ഇത് റിലീസ് ചെയ്യും. ലൈക്ക് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാനും നിങ്ങൾ വല്ല റീൽ സ്ക്രോൾ ചെയ്യലില്ലേ? ഈ റീൽ ഇത്രയും അഡിക്ഷൻ ആവാനുള്ള കാരണം എന്നാ, അടുത്ത് നമ്മൾ തോണ്ടിയിട്ട് വരാൻ പോകുന്ന റീൽ ഏതാ നമുക്കറിയില്ല. അതുകൊണ്ട് എന്തോ കിട്ടാനുണ്ട് എന്നുള്ള ഫീലിൽ നമ്മളിങ്ങനെ തോണ്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് നമ്മളെ പൂർവികർ ഭയങ്കര കഷ്ടപ്പെട്ട് മൃഗങ്ങളെല്ലാം വേട്ടയാടിയിട്ട് അതേപോലെ തന്നെ കുറേ ആണുങ്ങളായിട്ട് കോമ്പീറ്റ് ചെയ്തിട്ട് നല്ലൊരു മെയ്റ്റിനെ കണ്ടുപിടിച്ചിട്ട് റീപ്രൊഡ്യൂസ് ഒക്കെ ചെയ്തിട്ട് കിട്ടിയിരുന്ന ഈ ഒരു ഡോപ്പമിന് ഇപ്പം നമുക്ക് വിരൽത്തുമ്പിൽ ഒരു എഫേർട്ടും ഇല്ലാണ്ട് കിട്ടും. ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതിനർത്ഥം നിങ്ങളെ പാസ്റ്റിൽ നിങ്ങൾ ഏതോ ഒരു മോശം ശീലത്തിന് അഡിക്റ്റാണ്. ഒന്നെങ്കിൽ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രഗ്സ് ആയിരിക്കും, അതും അല്ലെങ്കിൽ വീഡിയോ ഗെയിം ആയിരിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സൂപ്പർ നോർമൽ സ്റ്റിമുലസിന് നിങ്ങൾ അഡിക്റ്റാണ്. നിങ്ങളെ ബേസ് ലൈൻ ഡോപ്പമിൻ ഒരു സമയത്ത്, അതായത് നിങ്ങൾ ആ ഒരു സൂപ്പർ നോർമൽ സ്റ്റിമുലസിൽ പെടുന്നതിന് മുമ്പ് നോർമൽ, അതിനുശേഷം നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി തുടങ്ങിയപ്പോൾ നിങ്ങളെ ബേസ് ലൈനും മാറി, അത് ജമ്പായി, പിന്നെ നിങ്ങളെ നോർമൽ ഇവിടെയായി. ഞാൻ ഗ്രാഫ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയറിറ്റി കിട്ടും ഞാൻ പറയുന്നത്. അങ്ങനെ ഒരു സമയത്ത് കൂടുതൽ ഹൈ ഡോപ്പമിൻ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഡിസ്ട്രോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് നിങ്ങളെ നോർമൽ അവസ്ഥയില്ലേ, നോർമൽ നിങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുമ്പോഴുള്ളൊരവസ്ഥ, ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഇനി ഉണ്ടാകുമ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളെ ബേസ് ലൈനേക്കാളും താഴെ നിങ്ങളുടെ ഡോപ്പമിൻ ലെവൽ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു മൂഡ് ഔട്ടായിട്ട് ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ലാത്തൊരു ഫീൽ ഉണ്ടാവും. ഈവൻ റിയൽ ലൈഫിലുള്ള ഇൻട്രാക്ഷൻ പോലും ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെയും തിരിച്ച് നിങ്ങൾ ഓൾഡ് ഹാബിറ്റിലേക്ക് പോകുന്നത്. ബിക്കോസ് അത് ഓൾറെഡി നിങ്ങൾക്ക് നല്ലൊരു പ്ലഷർ തരുന്നുണ്ട്, നിങ്ങളുടെ ഡോപ്പമിനെല്ലാം 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്ക്, നിങ്ങൾ നല്ല രീതിയിലൊരു ഹാബിറ്റ് ഫോളോ ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്നു. അങ്ങനെ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ് അത് മതിയാവാതെ വരും. ലൈക്ക് ജിമ്മ് പോക്കായിക്കോട്ടെ, റണ്ണിങ് ആയിക്കോട്ടെ, നല്ല ബോറ് പരിപാടിയാണ്, വലിയ ഡോപ്പമിനൊന്നും കിട്ടൂല. ആൻഡ് അത് കിട്ടൂല എന്ന് നമുക്ക് തോന്നാൻ കാരണം നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു അന്തരീക്ഷമാണ് ഫുള്ള് ഡിസ്ട്രാക്ഷൻ ആയിട്ടുള്ള, പല രീതിയിലുള്ള സ്റ്റിമുലസ് ഉള്ള ഈ ഒരു ലോകത്ത് ഇങ്ങനെ ഒരു ജീവിതം ജീവിക്കലെന്ന് വെച്ചാൽ കുറച്ച് പാടാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ചില ആൾ പറയൂ, നീ എന്നാ പറയുന്നു പൊട്ടാ, എനിക്ക് വിൽ പവർ ഇല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയെല്ലാം പറയാല, വിൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാം തരണം ചെയ്യാമെന്ന്. ഒരു കാര്യമില്ല. 2023 ഒരു സ്റ്റഡി പ്രൂവ് ചെയ്യുന്നുണ്ട്. അതായത്
ഹൈ ഡോപ്പമിൻ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുന്ന ആൾക്കാരുടെ ബ്രെയിനിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിലെ ഗ്രേ മാറ്റർ റെഡ്യൂസ് ചെയ്യും. ഇത് റെഡ്യൂസ് ആയാൽ ഒബ്വിയസ്ലി നമ്മളെ വിൽ പവറും നല്ല രീതിയിൽ കുറയും. ആൻഡ് അങ്ങനെ കുറഞ്ഞൊരു വിൽ പവറും വെച്ചിട്ട് പിന്നെയും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് തോന്നണ്ട. അതെല്ലാം മണ്ടൻ ലോജിക്കാണ്, അതൊന്നും നടക്കൂല. അതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എങ്ങനെ തിരിച്ച് നമുക്ക് ട്രാക്കിലേക്ക് കയറാം. ഹൗ ടു ടേക്ക് ബാക്ക് ദ കൺട്രോൾ ഓഫ് യുവർ ഫക്കിംഗ് ലൈഫ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ പാർട്ട് 3 എന്ന് കമൻറ്റ് ഇട്. ഷുവറായിട്ട് ഞാൻ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വീഡിയോ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലും ഇൻട്രസ്റ്റാണ് അക്ബറിന് ചെയ്യാൻ. സോ എന്നെ ഒന്ന് അറിയിക്ക്, ബാക്കി ഞാൻ നോക്കിക്കോളൂ.